നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇവളെന്താ ഡയറി കളക്ഷൻ കാണിക്കുകയാണ്, ഞങ്ങളൊന്നും ഡയറി കണ്ടിട്ടില്ലേന്ന്. ഇതൊരു ഡയറി കളക്ഷനല്ല. 2007 മുതൽ ഞാൻ ഡയറി എഴുതാൻ തുടങ്ങിയത്. അതായത് എൻ്റെ 17ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഡയറി എഴുതാൻ തുടങ്ങിയതാണ്. കാരണം നമുക്ക് നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ കടന്നു വന്ന ഒരുപാട് സങ്കടകരമായിട്ടുള്ള അവസ്ഥകളുണ്ട്. നമുക്ക് ചില ഘട്ടങ്ങളിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിലേറെ തന്നെ എൻ്റെ ഫസ്റ്റ് പ്രണയം, പിന്നീട് പ്രണയിച്ചിട്ടില്ല, പ്രണയിച്ച ആളെ ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്തു കേട്ടോ. പക്ഷേ എൻ്റെ ഫസ്റ്റ് പ്രണയം പോലും ഇതിനകത്തോട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ ഞാനില്ലാണ്ടായാലും എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കാരണം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളൊന്നും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, സംഭവിച്ചിട്ടുമില്ല, സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. എനിക്കൊരു അങ്ങനെ ഒരാളോടും പങ്കുവെക്കാൻ പറ്റാത്ത ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഞാൻ ഈ ഡയറിയിൽ പകർത്തി എഴുതാറുണ്ട്. കാരണം ഒരാളോട് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിൻ്റെ ഭാരം ഇറക്കി വെക്കാൻ പറ്റുന്നത് പുസ്തകങ്ങളിൽ എഴുതുമ്പോഴാണ്. അപ്പോൾ ഇതിലിപ്പോൾ 2024-25 കാലയളവിലുള്ള ഡയറി ഇല്ല. കാരണം 2024 ഞാൻ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് കിടപ്പായിരുന്നു. ഒരു പേനയോ പേപ്പറോ ഒന്നും എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനായിരുന്നു. എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ക്രൂഷ്യൽ സിറ്റുവേഷനായിരുന്നു. അതിൽ ഞാൻ എഴുതിയിട്ടില്ല. അതുപോലെ 2019 ഞാൻ ഡയറി എഴുതിയിട്ടില്ല. ചെറുതായിട്ട് മാത്രം, കുറച്ച് നാൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതും ഇതിനകത്തുണ്ട്. പക്ഷെ അന്നെനിക്ക് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ച ആ ഒരു ടെൻഷൻ കാരണം മുഴുവനായിട്ടില്ല. പക്ഷേ ഈ 2025 ഞാനൊന്ന് റിക്കവർ ആവണത്. 2024-25 ഡയറി മാത്രമില്ല. നെക്സ്റ്റ് ഇയർ എഴുതാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങൾ ആരെങ്കിലും ഡയറി എഴുതുന്ന ശീലം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂട്ടുക കേട്ടോ.